അത് ബൈജു സൂചിപ്പിച്ചതാണ്. ഇനി സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനമാണ് പ്രതീക്ഷയെല്ലാം. അതിലേക്കാണ് ഇപ്പോൾ നീളുന്നത്. ബലഗാവിയിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഉടൻ തന്നെ സൈനിക സംഘം അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് പുതിയ വേഗം കൈവരുമെന്നതാണ്. നിലവിലുള്ള രക്ഷാദൗത്യത്തിന് പുറമെ ഈ സൈന്യം എത്തുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായി പ്രതീക്ഷിക്കാനാവുക എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതിൽ സൈന്യത്തിന് ചില ശാസ്ത്രീയമായ സാഹചര്യങ്ങൾ, ഇത്തരം അന്വേഷണ സ്ഥലങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് തന്നെയാണ് ഈ വാഹനം ഉള്ളത്. അതല്ല, പുഴയിലേക്ക് വാഹനം മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോവുകയാണ്. എന്തായാലും റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മണ്ണ് മാറ്റുന്ന നടപടികൾ ആരംഭിക്കുകയായിരുന്നു. രാവിലെ വെല്ലുവിളികൾ പലതുണ്ടായി. ഒന്ന്, രക്ഷാപ്രവർത്തനം 6 മണിക്ക് തന്നെ പുനരാരംഭിച്ചു. പക്ഷേ നേരിട്ട വെല്ലുവിളി പിന്നീട് ഒരു മഴയുണ്ടായി. ആ മഴ രക്ഷാപ്രവർത്തനത്തെ അല്പം മന്ദഗതിയിലാക്കി. പക്ഷേ മഴ മാറിയതോടെ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരു നീണ്ട നിര അവിടെ വന്നു പോകുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 6ാം ദിവസം മാത്രമാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിലേക്ക് പോലും ഇത് അത്ര സജീവമായി എത്തിയത് എന്നതാണ്. കാരണം അതിനു മുമ്പ് ഇത്ര വലിയ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒരു പക്ഷേ തിരിച്ചറിയാൻ വൈകിപ്പോയതാണോ? എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ വലിയ സമ്മർദ്ദം രക്ഷാദൗത്യത്തിന് മുന്നിലുണ്ട്. കാരണം അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം, മറ്റ് ഇടപെടൽ, ഒടുവിൽ സൈന്യത്തെ അവിടെ ഇറക്കേണ്ടി വരുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് സൈന്യത്തെ തന്നെ നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇറക്കിയില്ല എന്ന ചോദ്യത്തിനൊക്കെ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും അവിടെ ഈ രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ആ സ്ക്രീനിൽ ആ ഡോട്ട് മാർക്ക് കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലം. അവിടെ കേന്ദ്രീകരിച്ച് JCBയുടെ പരിശോധന നടക്കുകയാണ്. അവിടെ കൂടുതലായി കേന്ദ്രീകരിച്ച് 3 JCB ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നതാണ് പ്രത്യേകത. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി മണ്ണ് എടുത്തു മാറ്റി, അതായത് ഒരു മലഞ്ചെരുവിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഭാഗമായ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് ആണ് പിന്നീട് മണ്ണിടിച്ചിലുണ്ടായത്. മുമ്പ് ഈ മേഖലയുടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ കുടുംബം ഈ രക്ഷാപ്രവർത്തനത്തിൽ വേഗതയില്ല, ഇനി പ്രതീക്ഷയില്ല നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ എന്ന നിലപാടെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നത്. ബൈജു, നമ്മൾ ഇന്നലെ വരെ ഈ റഡാർ സിഗ്നൽ, അത് മണ്ണിനടിയിൽ നിന്നും ലഭിക്കുന്ന ചില സാധ്യതകൾ, അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നു. അവിടെ മണ്ണിനടിയിൽ തന്നെയാണുള്ളതെന്ന് കരുതിയിരുന്നു. അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഒരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് വൈകുകയാണ്. ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായില്ലെങ്കിൽ കൂടിയും ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ? ഈ വാഹനം ഒരു പക്ഷേ ഈ പുഴയിലേക്കും മറ്റും മറിഞ്ഞു പോകാനുള്ള സാധ്യത, അതിലേക്ക് ഈ നേവിയുടെ 2ാം ഘട്ട അന്വേഷണം അത് എത്ര കണ്ട് പുരോഗമിക്കുന്നു ബൈജു? സൈതേ, അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനുണ്ട്. സൈന്യം ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവരുടെ ആദ്യ വാഹനം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. നമ്മളെ മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു. ഇത് കൃത്യമായ സ്പോട്ടിലേക്ക് തന്നെ കടത്തിവിട്ടിരിക്കുന്നു. എന്തായാലും ആദ്യ ഒരു വാഹനമാണ് വന്നത്. 40 അംഗ സംഘം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ആദ്യ സംഘം ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. സൈതേ, ഏതായാലും വലിയ പ്രതീക്ഷയാണ് ആ സൈന്യത്തിന്റെ വരവോടുകൂടി ഇവിടെ ഉള്ളത്. അത് മറ്റ് തെരച്ചിൽ നടത്തുന്ന മറ്റേ കേരള പോലീസിനായാലും അതുപോലെ തന്നെ കേരള പോലീസ് സംഘമുണ്ട്, FPD ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. ഇവർക്കെല്ലാം സംയോജിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇനി വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൈറ്റ്, യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈന്യം സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇനി വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നതാണ്. ബലഗാവിയിൽ നിന്നുള്ള സൈനിക യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങളാണ് അവിടെ എത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് കരസേന കളത്തിൽ ഇറങ്ങുന്നു എന്നതാണ് സാഹചര്യം. ആദ്യ വാഹനം എത്തിയിരിക്കുന്നു. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടേക്ക് സൈനിക സംഘം എത്തുകയാണ്. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ കരസേന തന്നെ കളത്തിൽ ഇറങ്ങുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടപടികൾ മുന്നോട്ട് പോകും. കൂടുതൽ വേഗത്തിൽ ഇക്കാര്യത്തിൽ ഈ അപകട ദുരന്ത സാഹചര്യത്തിൽ എന്താണ് ഈ അർജുൻ അടക്കം മറ്റു വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിൽ കൂടുതൽ വ്യക്തത വരും. വേഗത്തിൽ നടപടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കാണാനാവുന്ന തത്സമയ ദൃശ്യങ്ങളാണെന്ന് കരുതുന്നു. യെസ്, അവിടെ നിന്നും ഉടൻ തന്നെ നമുക്ക് ആ സൈനിക വാഹനം അവിടെ എത്തിച്ചേർന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മാധ്യമ പ്രവർത്തകരെയും ഈ ദുരന്തമുഖത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം കൂടി നമുക്ക് എത്തിക്കാനാവും. സൈനിക സംഘം സ്ഥലത്തെത്തുന്നു. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. ഇതിന് പുറമെ
സൈനിക സംഘം കൂടി കളത്തിലിറങ്ങുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു. നേരത്തെ തന്നെ നേവിയുടെ സഹായത്തോടു കൂടി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടന്നിരുന്നു. പക്ഷേ കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ മണ്ണിനടിയിൽ മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗത്ത് ദുരന്തമുഖത്ത് സൈന്യം കൂടി എത്തുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം വളരെ വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുടുംബത്തിനടക്കം വലിയ ആശ്വാസമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ കോഴിക്കോട്ടെ ആ കുടുംബം, സൈനിക സംഘം സ്ഥലത്തിൽ കളത്തിലിറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ പലവട്ടം കുടുംബത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും ഇനി ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാനില്ല, മറിച്ച് ഞങ്ങളുടെ ആവശ്യപ്രകാരം അവിടെ സൈന്യം എത്തട്ടെ, കരസേന കളത്തിൽ ഇറങ്ങട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നതായിരുന്നു അവരുടെ നിലപാട്. എന്തായാലും വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാവുന്നു. ഇന്നലെ കുടുംബം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. അങ്ങനെ വേഗത്തിൽ കുടുംബത്തിന് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു, അത് ഫലം കാണുന്നു. വേഗത്തിൽ ഇപ്പോൾ ഈ ബലഗാവിയിൽ നിന്നുള്ള സൈനിക യൂണിറ്റിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് അവിടേക്ക് എത്തുന്നത്. അതിൻ്റെ ആദ്യ യൂണിറ്റാണ്, ആദ്യ വാഹനം സൈനിക സംഘത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം മണ്ണുമാറ്റൽ, ഒപ്പം ലോറി കണ്ടെടുക്കൽ, ആ നടപടികൾക്ക് വേഗം കൈവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് ബൈജു, ഈ കരസേന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിച്ചോ? നിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണോ? സൈത്തെ, നമ്മള് തൊട്ട് സമീപത്തായതുകൊണ്ട് ഈ കരസേന ഇതിന്റെ അകത്തേക്കാണ് ആദ്യ സംഘം പോയത്. ഈ വിശദമായി പരിശോധിക്കാൻ എത്തിയ ഒരു സംഘമാണ്. ആ ഒരു ജീപ്പിലാണ് അവർ എത്തിയത്. ഇതിന് പുറകെ മറ്റു വാഹനങ്ങളിലായി എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുള്ള സംഘം എത്താനുണ്ട്. ആദ്യ സംഘമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൈന്യത്തിന്റെ ആദ്യ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വിശദമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്